നമ്മൾ കറി വെക്കാൻ പോകുന്നത് തെരണ്ടി മീനാണ്. അതിനെ നന്നാക്കി വെച്ചിട്ടുണ്ട്. വാളംപുളി വെള്ളത്തിലാണ് അതിനെ നന്നാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഫ്രഷ് വെള്ളത്തിൽ നന്നായി കഴുകിയിട്ടുണ്ട്. ഇത് കറി വെക്കുന്നത് നാളികേരം നമ്മൾ മിക്സിയിലൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് അടിച്ച് അതിൻ്റെ പീര ചെറുതാക്കിയിട്ടുണ്ട്. അടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും നാളികേരവും അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വറുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 4 സ്പൂണ് ചില്ലി ചേർക്കും. അതായത് കാശ്മീരി ചില്ലി പൗഡർ 4 സ്പൂൺ ചേർക്കും. 2 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ വറുക്കാൻ പോകുന്നത്. വറുത്തതിന് ശേഷം ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമില്ല. പച്ചമുളക്, തക്കാളി, വാളംപുളി അരച്ചു കൊണ്ടുവരുന്ന അരപ്പ് നമ്മൾ ചട്ടിയിൽ കലക്കി അടപ്പയിൽ വെച്ച് വേവിക്കും. എന്നിട്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് തിളച്ച് ഒരുവിധം പറ്റുമ്പോൾ നമ്മൾ മീൻ കഷ്ണം പറക്കിയിട്ട് അത് വെന്ത് കഴിയുമ്പോൾ വാങ്ങി വെക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി. അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ചൂടായി ഞാൻ തേങ്ങയും കുരുമുളക് പൊടിയും കൂടെ ചേർന്നത് തട്ടിയിടുകയാണ്. നമുക്ക് കൊച്ചുള്ളി ഇടാം. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൊടുക്കണം. എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. നമ്മൾ ഈ കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ ഇട്ട് എന്താണെന്നറിയാമോ? അല്ല, നമ്മൾ ആരംഭത്തെ ഇട്ട് അതുമാതിരി പഴുത്ത ഒരു മണം എടുക്കും കറിക്ക്, ഒരു ചെവി പഴുത്ത മണം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇറക്കാൻ നേരത്തിന് കുറച്ച് മുമ്പേ ആയിട്ടിത് ഇടുന്നത്. അതുപോലെ തന്നെ തെരണ്ടി മീനെ വറുത്തരച്ച് വെക്കുന്നത് നല്ലതാണ്. ചിലരാണെങ്കിൽ മുളകും പുളിയും അരച്ച് വെക്കും. തെരണ്ടി വേറൊരു രീതിയിൽ കറി വെക്കാറുണ്ട്, അതറിയാമോ? തെരണ്ടി തേങ്ങായും മാങ്ങായും വെച്ച് കറി വെക്കാറുണ്ട്. ഞാനത് കൂട്ടിയിട്ടുണ്ട്, വീട്ടിൽ വെച്ചിട്ടുണ്ട്. നല്ലതാണ്. വല്ലപ്പോഴും അങ്ങനെയും കൂടെ വെച്ച് നോക്കാൻ ശ്രമിക്കണം. ഇതിപ്പോൾ വറുത്തരച്ച് വെക്കുന്നത് ഇതിൻ്റെ അകത്ത് കുരുമുളകാണല്ലോ. കാരണം മഴയാണല്ലോ. മഴയത്ത് നമ്മൾ തേങ്ങായും മാങ്ങായും ഒക്കെ അരച്ച് തിരണ്ടിക്കറി വെക്കുന്നത് ശരിയല്ല. ഉണക്ക് കാലത്ത് കിട്ടുമ്പോൾ അങ്ങനെ വെച്ച് നോക്കണം. 4 ടീസ്പൂൺ മുളക് പൊടി, 2, 3, 4. ഇനി നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടെ വേണേൽ കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണായി. ഇനി 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് യോജിപ്പിക്കാം. ഞാൻ ആ തേങ്ങ മിക്സിയിലൊന്ന് അരച്ച് എന്ന് വെച്ചാൽ പൊടിച്ചിട്ടാണ് വറുക്കാനിട്ടത്. അതുകൊണ്ടാണ് ഒരു മേനിയിൽ നമുക്ക് ഒരേ മൂപ്പിൽ കിട്ടിയത്. ഇതേപോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം. വറുത്ത വെച്ച സാധനം നന്നായി ഒരുവിധം തണുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലോട്ട് മാറ്റുകയാണ്. മിക്സിയുടെ ജാറെടുത്തു അതിലോട്ട് മാറ്റുകയാണ്. ഞാൻ അടുപ്പ് കത്തിച്ചു, ചട്ടി അടപ്പത്ത് വയ്ക്കുകയാണ്. അരപ്പ് ഞാൻ ഒഴിക്കുകയാണ്. ആവശ്യ വെള്ളവും കൂടെ ചേർക്കട്ടെ. ജാറിലൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ ഉപ്പിടും, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കും.
മതിയല്ലോ വെള്ളം വേണം പറഞ്ഞു. നമുക്ക് കറി നോക്കാം. നമ്മൾ അടപ്പ് മാറ്റി ഇതാ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് മീൻ പറക്കിയിടും. ഇതിലോട്ട് നമ്മൾ പുളിവെള്ളം ചേർക്കുകയാണ്, പിഴിഞ്ഞു വെച്ച വാളം പുളിവെള്ളം. അതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ പറക്കി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് നമുക്കൊന്ന് ഇളക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞു. നമുക്കിനി അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. അതിനോടൊപ്പം നമുക്ക് തക്കാളിയും കൂടെ കൊടുക്കാം. നമ്മൾ ഉപ്പ് കൊടുത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ കറി ഇനി നമുക്ക് മൂടി വെക്കാം. അത് വെന്തിട്ട് അമ്മച്ചി വിളിച്ച് കാണിക്കാം. കറി ഒന്ന് നോക്കാമേ. കറി ഏകദേശം വേവാറായി ഇറങ്ങാറായി. നമുക്ക് നോക്കിയാട്ടെ. നല്ല രീതിയിൽ കറി ആയിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് തീ അണച്ചിട്ട് അമ്മച്ചി വാങ്ങി വെച്ചതിന് ശേഷം കാണിക്കാം. അല്ലെ വാങ്ങി വെക്കാൻ നേരം കാണിക്കുന്നുണ്ട്. നല്ല രസകരമായ തിരണ്ടിക്കറിയാണ് അമ്മ വെച്ചത്. ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് തിരണ്ടി കിട്ടുമ്പോൾ വാങ്ങി ഇതേ രീതിയിൽ തന്നെ വയ്ക്കുക. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും അമ്മ ഒരു നല്ല റെസിപ്പിയായി വരുവുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും വേണം. ലൈവിൽ വരണം. പിന്നെ മക്കളെ, നമുക്ക് പ്രോപ്പർ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഞാനും എൻ്റെ കൊച്ചുമോളുമാണ് ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും ശബ്ദങ്ങളോ എന്തെങ്കിലും കുറവുകളോ ഈ വീഡിയോയിൽ എന്തെങ്കിലും അപാകത വന്നാൽ മാന്യ പ്രേക്ഷകർ ക്ഷമിച്ച് ഇത് സ്വീകരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അമ്മയെ പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും കാണുകയുള്ളൂ. ബൈ മക്കളെ.